ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത് ഒരു ക്വിക്ക് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് വേറെ ഒന്നും തന്നെയല്ല, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ഡി പ്രതാപൻ്റെ ജാമ്യാപേക്ഷയുമായി വിധി പറയുന്ന ദിനമായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട PMLA കോടതിയിൽ. എന്നാൽ ഒരു പോസിറ്റീവ് ന്യൂസ് അല്ല ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട PMLA കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിട്ടില്ല. അത് ഇപ്പോൾ നാം ഏവർക്കും അറിയാവുന്ന പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാനലിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വളരെ ക്രൂഷ്യൽ സ്റ്റേജിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നാം ഏവർക്കും അറിയാമല്ലോ. അപ്പം അതായിരിക്കാം ഒരു റീസൺ ഇപ്പോൾ ജാമ്യം നൽകുവാൻ സാധിക്കാത്തതിൻ്റെ റീസൺ മേ ബി അതായിരിക്കാം. എന്നാൽ തന്നെയും ഈ ഒരു വിധിക്കെതിരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് വരും ദിനങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നാം ഏവർക്കും അറിയാവുന്ന പോലെ നാളെയും മറ്റന്നാളും 24 25 തീയതി 2 കേസുകളാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടക്കുന്നത്. നാളെ നാം ഏവർക്കും അറിയാവുന്ന പോലെ ബഡ്സ് ആക്ടിലെ പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റ് വീണ്ടും ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റി ചെയ്ത നടപടിക്കെതിരെയുള്ള വാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പെറ്റീഷൻ നൽകിയതിൻ്റെ ബേസിസിൽ നാളെ വാദങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാദങ്ങൾ നാളെ നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വാദത്തിൽ ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ VG അരുൾ സർ സർക്കാരിനോടും അന്വേഷിച്ചു എന്ത് റീസൺ കൊണ്ടാണ് ഇത് വീണ്ടും അറ്റാച്ച് ചെയ്തത്, പ്രൊവിഷൻ അറ്റാച്ച്മെൻറ്റ് വീണ്ടും ഇൻസ്റ്റേറ്റ് ചെയ്തതിൻ്റെ റീസണും ചോദിച്ചു. അപ്പോൾ അതിനുള്ള റീസണും ബഹുമാനപ്പെട്ട സർക്കാർ നാളത്തെ വാദത്തിന് മുമ്പായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നാളെ എന്തായാലും അതിൻ്റെ റീസൺസ് അറിയാൻ സാധിക്കുമെന്നാണ് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പ്രതീക്ഷ തന്നെയാണ്. കാരണം പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഒരു നല്ലൊരു വാദം തന്നെ ഉണ്ടാകട്ടെ. കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച്, കാരണം അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് കുറേയധികം ഫാമിലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വരുമാനം മാത്രം ബന്ധപ്പെട്ട് ജീവിതം കൊണ്ടുപോയവരാണ്. അപ്പോൾ അവർക്കൊരു ഫേവറബിളായിട്ടുള്ള ഒരു ഒപ്പീനിയൻ തന്നെ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ നാളെ വാദങ്ങൾ ഉണ്ടാകട്ടെ, നല്ലൊരു മൂവ്സ് സ്റ്റാർട്ട് ചെയ്യട്ടെ, നല്ലൊരു ന്യൂസ് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. യൂഷ്വലി ഞാൻ പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് പ്രാർത്ഥിക്കുക. എന്തായാലും നാളെ നല്ലൊരു ന്യൂസ് ഉണ്ടാകട്ടെ കോടതിയിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. സോ വേറെ ഒന്നും തന്നെയല്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ നാളത്തെ വാദത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.